ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മിയാനി കിച്ചൺ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സിമ്പിളെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല. നമുക്ക് അവക്കാഡോ കൊണ്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അവക്കാഡോ വേണം അതിന്. ബട്ടറുണ്ട്, ഒരു പീസ് ചീസുണ്ട്, പിന്നെ പഴം, ഹണി. ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവക്കാഡോ കട്ട് ചെയ്ത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലതാണോന്നറിയില്ല, കട്ട് ചെയ്യുമ്പോഴേ ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അവക്കാഡോയും ബട്ടറും ചീസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്ങിനുള്ള ബട്ടർ, ചീസ്, അവക്കാഡോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിലേക്കത് തേച്ച് കൊടുക്കാം. മൂന്ന് പീസിലേക്ക് നമുക്കിത് തേച്ച് കൊണ്ടുവരാം കേട്ടോ. നമ്മൾ 3 പീസ് ബ്രെഡിലേക്ക് ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ചൊരു സ്വീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബനാന കട്ട് ചെയ്തിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യാം. ഇനി നമുക്കിത് ഗ്രിൽ പാനിൽ ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പീസ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി ബ്രെഡിൻ്റെ മുകൾ വശത്തും കൂടെ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സൈഡും മറിച്ചിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. മറിച്ചിട്ടിട്ടുണ്ട്. മറുവശം കൂടെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് രണ്ട് സൈഡും ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ അവക്കാഡോ സാൻഡ്വിച്ചസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ സിമ്പിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പം നമുക്കിതിൻ്റെ കൂടെ ചുക്ക് കാപ്പി കൂട്ടിയിട്ട് കഴിക്കാം. ടൊമാറ്റോ സോസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് സ്വീറ്റായിട്ടുള്ളതായതുകൊണ്ട് സോസ് ഇല്ലെങ്കിലും അങ്ങനെ തന്നെ കഴിക്കാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.